ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ഗൈഡ്. അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി കോപ്പറേറ്റീവ് ലോയുടെ ബേസിക്സ് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കേസസ് ആക്റ്റിൽ നമുക്ക് 16 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് നമ്മൾ സെക്ഷൻസും കാര്യങ്ങളും പഠിക്കാനായിട്ടാണ് ഇനി പോകുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. പിന്നെ എല്ലാവർക്കും സെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇച്ചിരി ബോറടിയൊക്കെ തോന്നും. പക്ഷെ നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് സെക്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ചാപ്റ്റർ 1 പ്രിലിമിനറി, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2, അതുപോലെ റൂൾ 1ഉം റൂൾ 2ഉം ആണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളും. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1 ആൻഡ് റൂൾ 1 എന്ന് പറഞ്ഞത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരള ആണ്. അതായത് ഈ കോപ്പറേറ്റീവ് ലോ ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ആപ്ലിക്കബിൾ ആണ്. കമൻസ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ട് വന്നത് 15 മെയ് 1969ഉം റൂള് വന്നത് 14 ജൂലൈ 1969. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പ്രീവിയസ് എക്സാമിന് ഈ ഡേറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. തിരിഞ്ഞു പോരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 2 ഡെഫിനിഷനാണ്. ഇതിൽ നമുക്ക് കുറേ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. സെക്ഷൻ 2-ൽ നമ്മുടെ കോപ്പറേറ്റീവായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് ഈ സെക്ഷൻ 2-ലാണ് ഡിഫൈൻ ചെയ്തത്. ഇനി ഓരോ സെക്ഷൻസായിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഓരോ ഡെഫിനിഷൻ എന്താണെന്ന്. സെക്ഷൻ 2 സബ്സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് സ്റ്റേറ്റ് ആണ്. അതുപോലെ മെമ്പേഴ്സ് ആർ ദ അതർ സൊസൈറ്റി വിത്ത് സിമിലർ ഒബ്ജക്റ്റീവ്സ്. അപ്പം അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സിമിലർ ഒബ്ജക്റ്റ് ആയിട്ടുള്ള മറ്റ് സൊസൈറ്റികളായിരിക്കും. അതുപോലെ അപ്പെക്സ് സൊസൈറ്റിയാണ് ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആയിരിക്കും, അത് മറന്നു പോരുത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ എ അസിസ്റ്റഡ് സൊസൈറ്റി. A cooperative society which has received the government assistance is called assisted society, and the assistance may be in the form of grant, loan, share capital, or any guarantee by the government or from board constituted by the government. ഇപ്പോൾ ഒരു സൊസൈറ്റി അതിന് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും അസിസ്റ്റൻസ്, അതായത് ഗ്രാൻഡായിട്ടോ ലോണായിട്ടോ ഷെയർ ക്യാപിറ്റലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന്. അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൊസൈറ്റിക്ക് അസിസ്റ്റൻസ് കിട്ടാം. അപ്പോൾ അതിനാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ എയിൽ അസിസ്റ്റഡ് സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ എ ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓവറോൾ എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ്. ഇപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ എ പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോഴും എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഓവറോൾ എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എക്സാമിൻ ചെയ്യണം. അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്, അതുപോലെ ഡോക്യുമെൻറ്റ്സ് അവിടെ ഉള്ളത്, അതുപോലെ അതർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. അതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ എ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ബി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ബൈല. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു 4 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ബൈല ആയിരിക്കും. ഇനി നെക്സ്റ്റ് ദ ഡോക്യുമെൻറ്റ് വിച്ച് ഗവേൺ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, ബിസിനസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. അപ്പോൾ ഈ ബൈലയിൽ പറയുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ സൊസൈറ്റിയിലെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം, ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പോകണമെന്നുള്ളതിനെല്ലാം പറയുന്നത് ബൈലയിലാണ്. ഇനി മോഡൽ ബൈലൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ രജിസ്ട്രാർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ ബൈല പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാറും, ഡ്രാഫ്റ്റ് ബൈല ഓർ പ്രൊപ്പോസ്ഡ് ബൈല ഈസ് പ്രിപ്പയർഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ മോഡൽ ബൈല പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാറും, ഡ്രാഫ്റ്റ് ബൈല ഓർ പ്രൊപ്പോസ്ഡ് ബൈല പ്രിപ്പയർ ചെയ്യുന്നത് ചീഫ് പ്രൊമോട്ടറും ആയിരിക്കും. അത് തിരിഞ്ഞു പോകരുത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൈലയെക്കുറിച്ച്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ സി എന്ന് പറഞ്ഞാൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനാണ്. ഇനി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ
രൂപീകരിക്കുന്നത് സെക്ഷൻ 88 പ്രകാരമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഡെഫിനിഷൻ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ 1 or more റവന്യൂ ഡിസ്ട്രിക്ട് ആസ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലോ അതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണെങ്കിൽ സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി എ ചീഫ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഈസ് വെസ്റ്റഡ് വിത്ത് ചീഫ് എക്സിക്യൂട്ടീവ്. ഒരു സൊസൈറ്റിയിലെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആരായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് വാല്യുബിൾസ്. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഒരു സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടും അവിടുത്തെ വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അതിന് പറയുന്ന ഡെഫിനേഷൻ ഏതാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി എ. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ എന്ന് പറഞ്ഞാൽ കമ്മിറ്റി. മീൻസ് ദ ഗവേണിംഗ് ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആൾസോ ദ മാനേജ്മെൻറ്റ് ഓഫ് അഫേഴ്സ് ഓഫ് എ സൊസൈറ്റി ഈസ് എൻട്രസ്റ്റഡ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡിയും അതുമാത്രമല്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എല്ലാം എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരിലാണ്? ഒരു കമ്മിറ്റിയിലാണ്. കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇ, സബ്സെക്ഷൻ 2 ഇ വരുന്നത്, അങ്ങനെ പഠിക്കാൻ ഓർത്താൽ മതി. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ എ ആർബിട്രേഷൻ കോർട്ട്. മീൻസ് എ കോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 70A. 70A ഒക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കെയിം ഇൻ എഫക്റ്റ് ഓൺ 2nd January 2003. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ബി കൺസോർഷ്യം ലെൻഡിങ് സ്കീം. അണ്ടർ സെക്ഷൻ 57C നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ സി കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. അണ്ടർ സെക്ഷൻ 57A ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അല്ലാതെ നമുക്ക് വേറെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. നമുക്കിത് വലിച്ച് നീട്ടേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ സി സി എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് സെക്ഷൻ 69A പ്രകാരമാണ്. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, 69A എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ സി 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 എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസൊക്കെ നമുക്കൊരു ക്ലാസ് ചെയ്യാം. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ഡി കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് അണ്ടർ സെക്ഷൻ 80B ആണ്. അപ്പം ഡെഫിനിഷൻ പറയുന്നതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ഡിയിൽ. പക്ഷേ കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് അതിൻ്റെ സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 80B ആണ്. ഇത് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ് എന്ന് പറയുന്നത്. മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റിക്ക് പറയുന്നതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ്. സെക്ഷൻ 2 സബ്സെക്ഷൻ ജി എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റിയിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ ജി. ലയബിലിറ്റി ലിമിറ്റഡ് ടു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിലോ, അതായത് നോട്ട് എക്സീഡിങ് 1/5 ഷെയർ ക്യാപിറ്റലായിരിക്കും. നമുക്ക് അത്രയും 1/5 താഴെ മാത്രമേ നമുക്കൊരാൾക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റൂ. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല. നിലവിൽ നാട്ടകം മാത്രമാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് എ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. എ സ്കീം ഫ്രെയിംഡ് അണ്ടർ സെക്ഷൻ 57B. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ബി ഡയറക്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ് DCA. അപ്പോൾ ആൻ ഓഫീസർ appointed under section 63 subsection 1 and delegated by the government. അപ്പോൾ ഒരു DCA അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അതുപോലെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഒരു DCA നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരു DCA ആയിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനെയൊക്കെ സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ DCA കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ ഐ എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടാണ്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ IB
ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏരിയ ഓഫ് ഓപ്പറേഷൻ മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് വരുന്നതാണ് എന്ത്? ഫെഡറൽ സൊസൈറ്റി. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി എന്താണ്, ഫെഡറൽ സൊസൈറ്റി എന്താണെന്നൊക്കെ ഒന്ന് തിരിഞ്ഞു പോകരുത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ജെ എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ബാങ്ക്. സെക്ഷൻ 2 സബ്സെക്ഷൻ കെ ജനറൽ ബോഡി മീറ്റിംഗ്. സെക്ഷൻ 2 സബ്സെക്ഷൻ കെ എ എന്ന് പറഞ്ഞാൽ കേരള ബാങ്ക്. സെക്ഷൻ 2 സബ്സെക്ഷൻ എൽ മെമ്പർ. സെക്ഷൻ 2 സബ്സെക്ഷൻ എൽ എ മിസലേനിയസ് സൊസൈറ്റീസ്. സെക്ഷൻ 2 എം നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ഈ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും സെക്ഷനുകളിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ 2 എൻ ഓഫീസർ. ഒരു ഓഫീസർ എന്ന് പറഞ്ഞാൽ മീൻസ് ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, മാനേജർ, ലിക്വിഡേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ആരും ആകാം ഒരു ഓഫീസർ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2 ഒ എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ്. സെക്ഷൻ 2 ഒ എ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 3. നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസ്സിൽ ഷെഡ്യൂൾ 3 പറഞ്ഞിട്ടുണ്ട് എന്ത്? പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഒ എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. ഒരു പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആവാം, ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഒരു റൂറൽ ബാങ്ക് ആവാം. ഇനി ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. അപ്പോൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ലോൺസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഒ ബി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി അതർ ദാൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അപ്പം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അപ്പെക്സോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയോ അല്ലാത്ത ഏതൊരു സൊസൈറ്റിക്ക് എന്ന് പറയാം? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയാം. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ ഒ സി PCRDB, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് താലൂക്ക് ലെവലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ എന്താണ്? വില്ലേജ് ലെവലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാൻ പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ലോങ് ടൈം ലോൺസും കാര്യങ്ങളും ആയിരിക്കും എന്ത് ചെയ്യുക? PCRDB കൊടുക്കുക. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ ഒ ഡി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് 1 റവന്യൂ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? PCRDBയുടെ എന്താണ് താലൂക്ക് ലെവൽ വരും. ഇത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വരുമ്പോൾ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റ് വരും. സെക്ഷൻ 2 സബ്സെക്ഷൻ പി എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ഓഫ് KCS ആക്ട്. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന സെക്ഷൻ ഇനി ഏതാണ്? സെക്ഷൻ 3 കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് രജിസ്ട്രാറിനെ കുറിച്ച് പറയാം. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ ക്യൂവിൽ എന്താണ് പറയുന്നത്? റൂൾസ്. അതുപോലെ സെക്ഷൻ 2 QAയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചും QBയിൽ ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ചുമാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ QCയിൽ സ്പെഷ്യൽ ഓഫീസർ. സെക്ഷൻ 2R സ്റ്റേറ്റ്. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ RAയിൽ SCRDB, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. മീൻസ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഹാവിങ് ഓൺലി PCRDB ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പം SCRDBയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓൺലി PCRDB ആയിരിക്കും, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിരിക്കും. അതുപോലെ ആൻഡ് ഫംഗ്ഷനിങ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് KCRDB ആക്ട് 1984. അപ്പം SCRDB ഫംഗ്ഷൻ ചെയ്യുന്നത് KCRDB 1984 ആക്ട് പ്രകാരമായിരിക്കും. ഇതിപ്പോൾ ഡെഫിനിഷൻ മാത്രം കൊണ്ടാണ് ഇത്ര ചുരുക്കി പറയുന്നത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന സെക്ഷനുകളും ക്ലാസ്സുകളായിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ 2RC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അണ്ടർ സെക്ഷൻ 28B പ്രകാരമാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ S സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സെക്ഷൻ 2 സബ്സെക്ഷൻ T എന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണൽ അണ്ടർ സെക്ഷൻ 81 പ്രകാരമാണ് ട്രൈബ്യൂണലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ TA എന്ന് പറഞ്ഞാലും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ TAA എന്ന് പറഞ്ഞാൽ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് തിരിഞ്ഞു പോകരുത്. TA അർബൻ കോപ്പറേറ്റീവ് ബാങ്കും TAA അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. TB എന്ന് പറഞ്ഞാൽ വിജിലൻസ് ഓഫീസർ.
അണ്ടർ സെക്ഷൻ 68A പ്രകാരമാണ്. ഈ 68A വിജിലൻസ് ഓഫീസർ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ യു ആണ്. അത് ഇയർ, അതായത് നമ്മുടെ ഒരു കമൻസ്മെൻറ്റ് ഇയർ 1 ഏപ്രിൽ ടു 31 മാർച്ച്. ഇനി നമ്മൾ പറയാൻ പോകുന്ന റൂളിനെ കുറിച്ചാണ്. റൂളിൽ നമുക്കിതുപോലെ കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതും ജസ്റ്റ് ഒന്ന് നോക്കാം. റൂൾ 2 സബ്സെക്ഷൻ എ മീൻസ് KCS ആക്ട് 1969. KCS ആക്ട് 1969 കുറിച്ചാണ് റൂൾ 2 സബ്സെക്ഷൻ എയിൽ പറയുന്നത്. റൂൾ 2 സബ്സെക്ഷൻ എയിൽ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് അതിനെക്കുറിച്ച്, അതായത് അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 എഗെയിൻ സബ്സെക്ഷൻ സിയിലാണ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ഇനി റൂൾ 2 സബ്സെക്ഷൻ ബിയിൽ എനി ഓർഡർ, ഡിസിഷൻ or award refer to section 76 of KCS Act. Rule 2 subsection C default. Rule 2 subsection D default. 2F forms അത് അപ്പൻഡിക്സിൽ 2ലാണ് പറയുന്നത്. അതുപോലെ റൂൾ 2 സബ്സെക്ഷൻ G നെറ്റ് പ്രോഫിറ്റ്, GA നെറ്റ് ലോസ്. റൂൾ 2 സബ്സെക്ഷൻ I സെയിൽ ഓഫീസർ. റൂൾ 2 സബ്സെക്ഷൻ J സെക്ഷനെ കുറിച്ചുകളാണ് പറയുന്നത്. റൂൾ 2 സബ്സെക്ഷൻ കെയിൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഹൂ ഡിക്ലെയർഡ് എ സൊസൈറ്റി ആസ് അപ്പെക്സ് ഓർ നോട്ട്? അപ്പോൾ ഒരു സൊസൈറ്റി അപ്പെക്സ് ആണോ അല്ലെങ്കിൽ അല്ല എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാറാണ്. സൊസൈറ്റി ഹാവിങ് ദ വോൾ ഓഫ് ദ സ്റ്റേറ്റ്സ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കാൾഡ് അപ്പെക്സ്. ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓൾ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റിക്ക് പറയുന്നതാണിത് അപ്പെക്സ് സൊസൈറ്റി. നെക്സ്റ്റ്, ഹൂ വാസ് ദ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ അറ്റ് ദ ടൈം ഓഫ് KCS ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്? അതായത് നമ്മുടെ KCS ആക്ട് വരുന്ന സമയത്ത് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ PR കുറുപ്പാണ്. നെക്സ്റ്റ്, എനി ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് റെഫർ ടു സെക്ഷൻ 76 ഓഫ് KCS ആക്ട്. സെക്ഷൻ 76 പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഓർഡറോ ഡിസിഷനോ അങ്ങനെയുള്ള കാര്യത്തിന് പറയുന്നത് എന്താണ്? ഡിഗ്രിയെക്കുറിച്ചാണ് സെക്ഷൻ 76 പറയുന്നത്. ഹൂ സർട്ടിഫൈഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നെറ്റ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണോ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് ആരാണ്? TCA, അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു TCA ആണ് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആണെങ്കിൽ അത് സർട്ടിഫൈ ചെയ്യുന്നതിന്. നെക്സ്റ്റ്, വിച്ച് സെക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ്? സെക്ഷൻ 80B. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് കെയിം ഇൻ എഫക്റ്റ് ഓൺ 2 ജാനുവരി 2003 എന്ത് വരുന്നത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് വരുന്നത്. നെക്സ്റ്റ്, ഹൂ ഡിക്ലെയർഡ് എ സൊസൈറ്റി ഈസ് സെൻട്രൽ ഓർ നോട്ട്? ഒരു സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റി ആണോ അല്ലയോ എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും. നെക്സ്റ്റ്, ഹൂ പ്രിപ്പയർ ദ മോഡൽ ബൈല? മോഡൽ ബൈല പ്രിപ്പയർ ചെയ്യുന്ന ആരാണെന്നാണ് പറഞ്ഞത്? രജിസ്ട്രാർ. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈല ആയിരിക്കും. നെക്സ്റ്റ്, എ ഗവൺമെൻറ് സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് ദ ഗവൺമെൻറ് അസിസ്റ്റൻസ് ഇസ് കാൾഡ് അസിസ്റ്റഡ് സൊസൈറ്റി. ഒരു സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും അസിസ്റ്റൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റികളെ എന്നാണ് എന്ത് പറയുന്നത്? അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. സെക്ഷൻ എന്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ എയിലാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൂ ഹാവ് ദ പവർ ടു മേക്ക് റൂൾസ്? ആൻസർ എന്താണ്? ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ആണല്ലോ റൂൾ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനാണ് റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ ഉള്ളത്. നെക്സ്റ്റ്, ഹൂ വാസ് ദ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ ഇൻ 1976? ആൻസർ ബേബി ജോൺ. നെക്സ്റ്റ്, ഹൂ വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കേരള? കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണ്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്.